രണ്ടാഴ്ച കൊണ്ട് 3 കിലോ വരെ കുറച്ചൊരു വെയിറ്റ് ലൂസ് ഡയറ്റ് പ്ലാൻ പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാഴ്ച കൊണ്ട് 3 കിലോ വരെ കുറച്ചൊരു സക്സസ് സ്റ്റോറി പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീതുവിന്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ശ്രീതു ഈ 3 കിലോ രണ്ടാഴ്ച കൊണ്ട് കുറച്ചത് ആദ്യമായിട്ടല്ല കേട്ടോ. ഓൾറെഡി ഒരു 2-3 മാസമായിട്ട് ആള് വെയിറ്റ് ലൂസിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഡാൻസ് വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ടാണ് ആൾ ഈ ഒരു 81-82 ഉണ്ടായിരുന്ന ആള് 79ലേക്ക് എത്തിയത്. ഒരു 2-3 kg ആളൊരു 3 മാസം കൊണ്ട് ഒറ്റയ്ക്ക് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു 79 ഈ 76.7ലേക്ക് എത്തുന്നത്. ഞാനത് എടുത്തു പറയാൻ കാരണം നമ്മുടെ ആദ്യത്തെ വെയിറ്റ് ലോസ്, നമ്മൾ ആദ്യമായിട്ട് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 kg ഒക്കെ കുറയ്ക്കാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആവുന്നത്. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് ശ്രീതുവിന് രണ്ടാഴ്ച കൊണ്ട് ഈ റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീതുവിന് തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് അതുപോലെ ആൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ജെന്യൂൻ ആണ്. എനിക്കൊരു സംശയമില്ല ആൾ ഇത് ഫോളോ ചെയ്യോ ഇല്ലയോ എന്നൊന്നും. കാരണം അത്രയ്ക്ക് ജെന്യൂൻ ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ക്രെഡിറ്റ് ശ്രീതുവിനാണ്. ശ്രീതു എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ശ്രീതുവിന്റെ വെയിറ്റ് 79.6 കിലോ ആയിരുന്നു. ഹൈറ്റ് ശ്രീതുവിന് വരുന്ന 152 സെന്റിമീറ്റർ ആണ്. ശ്രീതു 33 ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പം ശ്രീതു ഓൾറെഡി വെയിറ്റ് കുറച്ച ഒരാളാണ് കേട്ടോ. ഒരു 3 മാസത്തോളമായിട്ട് വെയിറ്റ് ലോസ് ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. ഡാൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കൂടെ ഒറ്റയ്ക്ക് തന്നെ ഡയറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു 79ലേക്ക് എത്തിച്ചത്. അതൊരു 3 മാസം കൊണ്ടാണ് ശ്രീതു 81 കിലോ ഉണ്ടായിരുന്നത് 79ലേക്ക് എത്തിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് വന്നത് ആ ഒരു 79ൽ നിന്ന് കുറച്ച് 70ലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ശ്രീതു പക്ഷെ ഇത് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞൊരു കാര്യം, ക്രാഷ് ഡയറ്റ് ഒന്നും ശ്രീതുവിന് പറ്റില്ല. മുന്നേ ശ്രീതു ക്രാഷ് ഡയറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് കുറഞ്ഞു. അത് പിന്നെ അതുപോലെ തന്നെ കൂടി. അതുകൊണ്ട് അതൊന്നും പറ്റില്ല. നോർമൽ ആയിട്ട് വീട്ടിൽ കഴിക്കുന്ന സാധാരണ ബ്രേക്ക്ഫാസ്റ്റ്, പുട്ട്, ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ടും ഇതുപോലെ തന്നെ രാവിലെ ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശ്രീതു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനാണ് ആഗ്രഹം. അങ്ങനെ മാത്രമേ ആൾക്ക് ഇത് ഒരു ലോങ് ടേമിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. വളരെ ശരിയാണ്. നമ്മൾ നോർമൽ ആയിട്ട് കഴിക്കുന്ന ഫുഡ് മാത്രം കഴിച്ചാലേ നമുക്ക് ഇതൊരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ക്രാഷ് ഡയറ്റ് ഒക്കെ നമുക്ക് എത്ര നാൾ ചെയ്യാൻ പറ്റും? പിന്നെ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ ശ്രീതുവിന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള കലോറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രീതുവിനെ നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. ശ്രീതു ആള് ഭയങ്കര ജെന്യൂൻ ആണ് കേട്ടോ. ആൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യും. എനിക്ക് എല്ലായ്പ്പോഴും അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റ് 79.6 ആയിരുന്നു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 77.7 എന്നുള്ള വെയിറ്റിലേക്ക് എത്തി. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഈ ഒരു 77 എന്നുള്ള വെയിറ്റിലേക്ക് എത്തിയപ്പം ആളും നല്ല ഹാപ്പിയായി, ഞാനും നല്ല ഹാപ്പിയായി. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് വർക്കൗട്ട് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. അതുപോലെ തന്നെ ആളുടെ ഡയറ്റ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞപ്പം ആളുടെ വെയിറ്റ് വരുന്നത് 76.8 കിലോ ആയിരുന്നു. ഞാനിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, വെയിങ് മെഷീനിലുള്ള ഫോട്ടോ. ആളെനിക്ക് എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതുകൊണ്ട് ഈ കിട്ടിയ റിസൾട്ടിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീതുവിന് തന്നെയാണ്. ആള് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പിന്നെ അങ്ങനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഡയറ്റും അല്ല കേട്ടോ നമ്മൾ പറയുന്നത്. നോർമലി നമ്മൾ കഴിക്കുന്ന സാധാരണ ഫുഡ് ഐറ്റംസ്. അതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജങ്ക് ഫുഡ് ഐറ്റംസ്, അതായത് ഓയിൽ ഫ്രൈ ചെയ്ത നമ്മളെ സ്നാക്സ്, ഈ സമൂസ, പപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന്, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ആകെ പറയുന്ന ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ വീട്ടിലെ ഫുഡ് ഐറ്റംസ്, ചോറ്, ഇതൊക്കെ തന്നെ കഴിച്ചിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ പട്ടിണി കിടക്കാന്നല്ല. നമ്മളൊരു ഡീസെന്റ് ആയിട്ട് ഫുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഡീസെന്റ് ആയിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങുക. അൺവാണ്ടഡ് ആയിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, പാക്കറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ശ്രീതുവും ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് ഫോട്ടോയൊക്കെ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോയും കൂടി ഇവിടെ വെക്കുന്നുണ്ട്. ശ്രീതുവിന്റെ ഒരു 2 വീക്സിൽ ഉള്ള ഒരു പ്രോഗ്രഷൻ ആണ്. ചെറിയ സമയമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കാലയളവിൽ ഈ 3 kg എന്ന് പറയുന്നത് വലിയ കാര്യമാണ്.
കാരണം ശ്രീതുവിന് ഇത് ആദ്യമായിട്ട് ഉണ്ടായ ഒരു വെയിറ്റ് ലോസ് അല്ല ട്ടോ. ശ്രീതു ഓൾറെഡി ഒരു 3 മാസമായിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 81 കിലോ ഉണ്ടായ ആൾ ഓൾറെഡി 79 എത്തിയപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു വെയിറ്റ് ലോസ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടഫ് ആവുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു വെയിറ്റ് ലോസും അല്ല. ഓൾറെഡി 79 എത്തിയിട്ടാണ് ഇപ്പൊ നമ്മള് 76 എത്തിയിട്ടുള്ളത്. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ശ്രീതു. ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് കുറച്ചുകൂടി അധികം ദൂരം പോകാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നി ഇത് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കാം. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ ആവും. ഇക്കാര്യം ശ്രീതുവിന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആള് കാരണം ആരെങ്കിലും മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ ആൾക്കത് സന്തോഷമുള്ള ഒരു കാര്യമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതുപോലെ നിങ്ങളൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങുക. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി രോഗങ്ങൾ വരുന്നത് തടയാൻ പറ്റും. ഇപ്പൊ ഉള്ള ഒത്തിരി രോഗങ്ങൾ നമുക്ക് മറികടക്കാനും പറ്റും. ഉദാഹരണം PCO പോലുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് BMI കറക്റ്റ് ചെയ്യുക, വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡയബറ്റീസ്, ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ, തടിയുള്ള ആൾക്കാർക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയബറ്റീസ് കുറേയൊക്കെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതൊക്കെ ഒരു വേറെ തന്നെ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ലൈനാണ്. പക്ഷെ അവിടെയൊക്കെ ഈ വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമുക്ക് ഈ മുട്ടുവേദന, തേയ്മാനം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭാവിയിൽ വരുന്നത് ഇപ്പോഴേ നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് കേട്ടോ വർക്കൗട്ടിന്റെ കാര്യം. ഇപ്പം പല ആൾക്കാർക്കും ഡിസ്കിന്റെ പ്രശ്നമുള്ളവരുണ്ട്, മുട്ടിന് പ്രശ്നമുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ എക്സസൈസും എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ വേണം എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയാനും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് വെയിറ്റ് ലൂസ് യോഗ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഡയറ്റ് നിങ്ങൾക്ക് എല്ലാ കാലവും ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ മാത്രമായിട്ട് ഒരു ഡയറ്റ് ഉണ്ടാക്കിയാൽ നമുക്കത് പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് കൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് ഉണ്ടാക്കുക. അല്ലാണ്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാറി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ വെയിറ്റ് പിന്നെയും കൂടാൻ തുടങ്ങും. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഉറക്കം വളരെ പ്രധാനമാണ്. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം. പിന്നെ വൈകുന്നേരത്തെ ഡിന്നർ ശ്രദ്ധിക്കണം. അതൊരു 7 മണി 8 മണിയുടെ ഉള്ളിലായിട്ട് തന്നെ, ഏറ്റവും ബെസ്റ്റ് 7 മണിയുടെ മുന്നേ കഴിക്കുന്നതാണ്. പക്ഷെ ഇവിടെ പലരുടെയും ശീലം അനുസരിച്ച് 9 മണിക്കും 10 മണിക്കും ഒക്കെ കഴിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് 7 മണിയുടെ മുന്നേ എന്ന് പറയുമ്പോൾ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ആദ്യം ഒരു 8 മണിയുടെ മുന്നേ ആക്കുക. പിന്നെ അത് പതുക്കെ 7 മണിയുടെ മുന്നേ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളോടെ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുക. അതിന്റെ കൂടി വർക്കൗട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസ് തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വെയിറ്റ് ലോസിന് മോട്ടിവേഷൻ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.